വാർത്താസമ്മേളനം വിളിക്കാൻ കാരണമായിട്ടുള്ളത് നിങ്ങൾക്കേവർക്കും അറിയുന്നത് പോലെയും അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഇതിനകം കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. വളരെ അതീവ ഗൗരവതരമായ ഒരു ഇഷ്യൂ ആണ് അത്. ഈ കേന്ദ്ര ഗവൺമെൻറ് ധനമന്ത്രാലയം ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് കർഷകർക്ക് കേരളം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹന ബോണസ് അത് നിർത്തലാക്കണം എന്ന ഒരു അവരുടെ ഒരു സർക്കുലർ കേരള ഗവൺമെന്റിന് ചീഫ് സെക്രട്ടറിക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നെല്ലിനുള്ള താങ്ങുവില എന്ന് പറയുന്നത് 23 രൂപ 69 പൈസയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് മറ്റേത് സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത ഒരു ഇടപെടലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർഷകരെ ചേർത്ത് നിർത്താനും സംരക്ഷിക്കുന്നതിനും വേണ്ടി പ്രോത്സാഹന ബോണസ് എന്ന നിലയ്ക്ക് 6 രൂപ 31 പൈസ ചേർത്തി 30 രൂപ താങ്ങുവില എന്ന സംഭരണ വിലയായി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ അടുത്ത കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് 1 രൂപ 11 പൈസ പ്രോത്സാഹന ബോണസിൽ വർധനവുണ്ടാക്കി. നമുക്ക് ഏവർക്കും അറിയാം, ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചില ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് കൊയ്ത്ത് കാലഘട്ടങ്ങളിലെ സംഭരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഈ കേരളത്തിലുണ്ടായതാണ്. കാരണം സമയബന്ധിതമായി സംഭരണം നടക്കുന്നില്ല, സമയത്തിന് പണം നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ശക്തമായ തോതിൽ കേരളത്തിനകത്ത് UDFും BJPയും ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം നിങ്ങൾക്കേവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ ഇങ്ങനെയെല്ലാം കേരളത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സംഭരണത്തിലും അതുപോലെ തന്നെ വില നൽകുന്ന കാര്യത്തിലും പരാതികളുണ്ടെങ്കിലും കേരള ഗവൺമെന്റ് നെല്ല് സംഭരിക്കുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് വായ്പയായി പണം നൽകുകയുണ്ടായി. ആ വായ്പയ്ക്ക് 9% പലിശ കേരളം കണ്ടെത്തി ബാങ്കിൽ അടയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊടുത്ത പണത്തിൽ 4 വർഷത്തെ കുടിശ്ശികയായി കേരളത്തിന് കേന്ദ്രം നൽകേണ്ടത് 2800 കോടി രൂപയാണ്. അതിപ്പോഴും നൽകിയിട്ടില്ല. മാത്രമല്ല, പ്രോത്സാഹന ബോണസ് എന്ന നിലയ്ക്ക് ഒരു വർഷം കേരളത്തിലെ കർഷകർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊടുക്കുന്നത് 152 കോടി രൂപയാണ്. ഈ പണത്തെയാണ് നിർത്തലാക്കണമെന്ന കൽപ്പന ഇപ്പോൾ BJP സർക്കാർ കേരളത്തിനോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നെല്ല് സംഭരണത്തിൽ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് മില്ലുടമകളുടെ ചില മോശപ്പെട്ട നിലപാടായിരുന്നു ആ പ്രശ്നങ്ങൾക്കിടയാക്കിയത്. കാരണം സംഭരണ സമയത്ത് മില്ലുടമകൾ സർക്കാരുമായി ബാർഗെയിൻ ചെയ്ത് സമയത്തിന് സംഭരിക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും പ്രയാസം അനുഭവിക്കുന്ന കർഷകർ ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് കിട്ടിയ വിലയ്ക്ക് കൊടുക്കാനിടയാവും. അതും ഈ മില്ലുകാർ തന്നെയാണ് പല ഏജന്റുമാരെയും വെച്ച് സംഭരിക്കുന്നത്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭരിച്ച നെല്ലിന് സമയത്തിന് പണം നൽകിയിട്ടില്ല എന്നുള്ളതും
വീഴ്ചകളായി തന്നെ ഞങ്ങൾ ജനങ്ങളോട് തന്നെ, കർഷകരോട് തന്നെ തുറന്നു പറഞ്ഞു. എന്നാൽ ഇത്തവണ വളരെ ശക്തമായ തീരുമാനമാണ് കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. സഹകരണ സംഘങ്ങൾ മുഖേന നെല്ല് സംഭരിക്കുക, ആ സമയത്ത് തന്നെ നെൽ കർഷകർക്ക് പണം കൊടുക്കുക. ആ ഒരു നിലപാടാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇത് പരിപൂർണമായും കേരളത്തിലെ നെൽകർഷകരെ സംരക്ഷിക്കുക എന്ന നിലപാട് കൂടുതൽ ശക്തമായി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്നു. കർഷകരെ പ്രയാസപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല എന്നത് ഈ കേരളത്തിലെ കർഷകർക്കും ബോധ്യമുണ്ട്, പൊതുജനങ്ങൾക്കും ബോധ്യമുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത സംഭരണ വില, കേരളത്തിൻ്റെ പ്രോത്സാഹന ബോണസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞങ്ങളിവിടെ ഉയർത്തുന്ന മറ്റൊരു പ്രശ്നം, ഇത്രയും വലിയ ഗൗരവതരമായ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലെ കർഷകരെ ബാധിക്കുന്നത്, കർഷകരെ മാത്രമല്ല, അന്നം കഴിക്കുന്ന എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യമാണ്. ആ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോലും പോകുന്നില്ല. ശക്തമായ ഒരു പ്രതിഷേധം കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ വിവിധ ഘട്ടങ്ങളിലായി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കർഷക സംഘടനകൾ ഇപ്പോൾ പറയുന്നുണ്ടോ? ചിങ്ങം 1-ന് ഇവർ കരിദിനമായി ആചരിച്ചില്ലേ? അതിന് നേതൃത്വം കൊടുത്തവരല്ലേ കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും. എന്തെല്ലാം കോലാഹലങ്ങളുണ്ടായി. അപ്പൊ ഇപ്പൊ എവിടെയാണ് കോൺഗ്രസ്? രാജ്യം ഭരിക്കുന്നത് BJP അല്ലേ? BJP ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് കേരള ഗവൺമെന്റിനോട് അത് നടപ്പിലാക്കണമെന്ന് ആജ്ഞാപിക്കുമ്പോൾ ഇത് ഈ കേരളത്തിൽ കർഷക വിരുദ്ധമാണ് എന്ന ഒരു പ്രസ്താവന കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ, ഇനി അവരൊന്നും പോട്ടെ, ഇവിടെ ട്രാക്ടർ റാലി നടത്തിയല്ലോ. ഇപ്പോൾ മാധ്യമങ്ങളുടെ എല്ലാം മുമ്പിലുള്ള ഒരു മഹാനായ നേതാവ്, നമ്മുടെ പാലക്കാട് ജില്ലക്കാരൻ, വടകരയിൽ പോയി മത്സരിച്ച ആള് അല്ലേ? ട്രാക്ടറിൽ ഇടതും വലതും പാലക്കാടിലെ ജയിച്ചുപോയ MLA ഇരുത്തിക്കൊണ്ടല്ലേ ഈ ബൈ ഇലക്ഷൻ സമയത്ത് അവർ പിണറായി സർക്കാരിനെതിരായിട്ട് വലിയ റാലി നടത്തിയത്. എന്തായിരുന്നു അവർ പറഞ്ഞത്? നെല്ല് സമയത്തിന് സംഭരിക്കുന്നില്ല, കർഷകർ വലിയ പ്രയാസത്തിലാണ്, കർഷകരോട് കടം പറയരുത് എന്ന് പറഞ്ഞ് ഉപവാസം കിടന്ന ആളല്ലേ ഈ പറയുന്ന ഷാഫി പറമ്പിൽ. എന്തേ ഇപ്പൊ ഒന്നും മിണ്ടാത്തത്? അദ്ദേഹം പാർലമെന്റ് മെമ്പർ അല്ലേ? പാർലമെന്റിനകത്ത് എന്താണ് ഒരു ചോദ്യം ചോദിക്കാത്തത്? അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങിയത് പാലക്കാട് ജില്ലയിലല്ലേ? ആ രാഷ്ട്രീയം തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ കർഷകരോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇതിനെതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോ ഇലക്ഷൻ കാലഘട്ടത്തിൽ 10 വോട്ടിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഒരു ഈ റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിക്കുക, ജനങ്ങളെ വോട്ടിന് വേണ്ടി പറ്റിക്കുക, ഇതെല്ലാം ആത്മാർത്ഥതയാണോ കോൺഗ്രസിന്റെ? അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന്റെ പാപ്പരത്വമാണ്. അപ്പൊ അവർക്ക് അധികാരത്തിലെത്താനുള്ള വഴിയിൽ എന്ത് നെറുകെട്ട പ്രവർത്തനവും ഞങ്ങൾ കാണിക്കും എന്നതാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് ഇപ്പോൾ കാലാകാലങ്ങളായി, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന കേന്ദ്രത്തിനെതിരായി കോൺഗ്രസ്സുകാർ ഉണ്ടാത്തത്? ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവിടെ BJP-യുടെ നേതാവ് കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അവരും നടത്തിയല്ലോ. സുരേന്ദ്രൻ, K. സുരേന്ദ്രൻ ഈ ട്രാക്ടർ ഓടിക്കുക, ഒരു സൈഡ് കൃഷ്ണകുമാർ, മറ്റൊരു സൈഡ് ശോഭാ സുരേന്ദ്രൻ ഇരുന്ന് യാത്ര ചെയ്യുക. ഇതെല്ലാം പാലക്കാട് ജനത കണ്ടതല്ലേ? പാലക്കാട് ജനതയല്ല, കേരളത്തിലെ മലയാളികൾ മുഴുവൻ കണ്ടതല്ലേ? അന്നെല്ലാം കർഷകർക്കെതിരായി പിണറായി സർക്കാർ എന്തോ
വലിയ ക്രൂരത ചെയ്തു എന്നല്ലേ ഇവർ പറഞ്ഞുണ്ടാക്കിയത്. ഈ കേരളത്തിലല്ലാതെ സംഭരണ വില 30 രൂപയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയൂ. രാജ്യത്ത് 3 സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്നില്ലേ? ബാക്കി സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പി മുന്നണിയല്ലേ? പല സംസ്ഥാനങ്ങളും മറ്റ് പ്രാദേശിക പാർട്ടിക്കാരും ഭരിക്കുന്നുണ്ട്. എവിടെയാണ് നെല്ലിന് ഇത്രയധികം പൈസ കൊടുക്കുന്നത്? മാത്രമാണോ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുഖേന എല്ലാ വർഷവും 13 കോടി രൂപയാണ് കർഷകർക്ക് വേണ്ടി ഉഴവ് കൂലി ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. ഒരു ഹെക്ടറിന് 17,500 രൂപ സബ്സിഡിയായി നൽകുന്നുണ്ട്. ഈ രൂപത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ കാർഷിക മേഖലയിൽ വലിയൊരു സഹായമാണ് കാലാകാലമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ വെള്ളം തുറന്നുവിടുമ്പോൾ ആ വെള്ളം ശരിയായി എത്തുന്നതിന് വേണ്ടി എല്ലാ വർഷവും ചാലുകൾ നന്നാക്കുന്നതിന് വേണ്ടി മാത്രം 1 കോടി രൂപ പാലക്കാട് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് മാത്രം നീക്കിവെക്കാറുണ്ട്. ഇത്തരത്തിൽ കർഷകരോട് ഞങ്ങളെടുക്കുന്ന സമീപനത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിനെ വിരുദ്ധമായി കള്ളപ്രചരണം നടത്തി കേരളത്തിലെ കർഷകർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കർഷകരോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്ന വലിയ രൂപത്തിലുള്ള പ്രചാരവേലകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ജില്ലയിൽ വലിയ രൂപത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോ കർഷകരോടുള്ള ഏതെങ്കിലും തരത്തിലൊരു സ്നേഹവും അവർക്ക് ശരിയായി തന്നെ താങ്ങുവില കിട്ടണം എന്ന് ലക്ഷ്യവും ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ സ്വീകരിക്കേണ്ട സമീപനം എന്താ? 23 രൂപ 61 പൈസയിൽ ഞങ്ങളുടെ ഗവൺമെന്റ് 1 രൂപ കൂട്ടി എന്ന് പറയാൻ കഴിയോ? ഇപ്പോ കേരളത്തിലെ നെല്ല് അധികം ഉൽപ്പാദിപ്പിച്ചാൽ അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുവെന്നാണ് ബി ജെ പി ഗവൺമെന്റ് പറയുന്നത്. പാവപ്പെട്ട കർഷകന്റെ നെല്ലിന് അധികം ഉൽപാദനം വന്നാൽ അതിന് പണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ നാം കാണുന്നത് ഈ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്ന സമീപനവും കാണുന്നുണ്ട് എല്ലാ വർഷവും. അപ്പൊ കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുക, രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകനെ പട്ടിണിക്കിടുക, അവരെ തകർക്കുക, കാർഷിക മേഖലയെ ശവപ്പറമ്പാക്കി മാറ്റുക എന്ന നിലപാട് രാജ്യത്ത് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഇതിനെ വെറും ഒരു ഇലക്ഷൻ കാലഘട്ടത്തെ വോട്ടിനു വേണ്ടി മാത്രമായി കോൺഗ്രസ് ഉപയോഗിക്കുക. അല്ലാതെ ബി ജെ പിക്ക് എതിരായി ഒരു ശബ്ദം ഈ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് വായി തുറന്നിട്ടുണ്ടോ? എന്തെല്ലാം കാര്യത്തിനാണ് അവർ ഇപ്പോ വായി തുറന്ന് കേരളത്തിൽ വ്യാപകമായ നുണപ്രചരണങ്ങൾ നടത്തുന്നത്? അതിന്റെ പിറകിലല്ലേ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ? കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്രയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുമില്ലേ? ഇപ്പൊ നിങ്ങൾ പോലും അത്തരം കാര്യങ്ങളിൽ ഒരു വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം നിങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് പ്രോത്സാഹന ബോണസ് കൊടുക്കുന്ന കാര്യത്തിൽ നിർത്തലാക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആജ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിനകം തന്നെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ കേരളത്തിലെ കർഷകർക്ക് നിലവിൽ കൊടുക്കുന്നതും വേണ്ടി വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. അത് തുടരുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ കത്തയച്ച റദ്ദാക്കുവോ?
നമ്മളിപ്പോ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ കേരളത്തിന് എന്ത് കിട്ടി? കേരളത്തിന് എന്ത് കിട്ടി? ഒരു കേരളത്തിലെ BJPന്റെ സഹമന്ത്രി ഒരു വേദി കയറി പ്രസംഗിച്ചല്ലോ, എയിംസ് വരും ഇവിടെ മോനെ എന്നല്ലേ അദ്ദേഹം ഈ സിനിമാ സ്റ്റൈലിൽ ഒരു സിനിമാ നടനായിട്ടുള്ള സഹമന്ത്രി കേരളത്തിനോട് പറഞ്ഞത്. എന്തായിരുന്നു കേന്ദ്രത്തിലെ ബഡ്ജറ്റിന്റെ സ്ഥിതി? രാജ്യത്തിലെ ഇന്ത്യ മാപ്പിൽ നിന്ന് തന്നെ കേരളം പോയ പോലെയല്ലേ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ? ആ സമീപനമല്ലേ? എന്നാ പിന്നെ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു കാര്യം സ്വീകരിച്ച BJP ഗവൺമെന്റിനെതിരായി എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ അത് പോരാ, കേരളത്തെയും രാജ്യത്തിന്റെ ഭാഗമായി കാണണം എന്നൊരു പ്രസ്താവന ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ നേതാവെന്ന നിലയ്ക്ക്, ഭരണ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് അത് പറയാൻ കഴിഞ്ഞു? അതല്ലേ ശരിയായ നിലപാട്? ഇപ്പോ ഇത് കേരളത്തിൽ ചർച്ചയാകുമെന്ന് തുടങ്ങിയപ്പോഴാണ് ഒരു കത്ത്. ആ കത്ത് കൊണ്ട് ശരിയാകുമോ? ആ കത്ത് കൊണ്ട് ശരിയാകുമെന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. കാരണം തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിക്കുകയല്ലേ ഇപ്പോ ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഈ സഭയിൽ ഉണ്ടായത്. 60% സംസ്ഥാന ഗവൺമെന്റുകൾ വഹിക്കണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 60% സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഫണ്ട് വകയിരുത്താൻ പറ്റുന്ന നമ്മുടെ നാടിന് തന്നെ പറ്റുമോ? കേരളത്തിന് തന്നെ പറ്റുമോ? മറ്റു സംസ്ഥാനങ്ങൾ പോലെയാണോ? അപ്പോ തൊഴിലുറപ്പ് തൊഴിൽ നിയമത്തെ പോലും അട്ടിമറിക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ BJP നേതാക്കൾ എവിടെയാണ്? കേരളത്തിൽ ബഡ്ജറ്റിൽ ഒരു 5 നയാ പൈസ വകയിരുത്താതിരിക്കുമ്പോൾ BJPയുടെ നേതാക്കൾ എവിടെയാണ്? മറുപടി പറയണ്ടേ? ഇവിടെ സുരേന്ദ്രനല്ലേ ട്രാക്ടർ ഓടിക്കുന്നത്? നോക്കുക, സുരേന്ദ്രൻ ട്രാക്ടർ ഓടിക്കുന്നു, കൃഷ്ണകുമാർ അപ്പുറത്തുണ്ട്, ശോഭാ സുരേന്ദ്രൻ കൈവീശുന്നുണ്ട് അല്ലേ? ഇനിതാ ഷാഫി പറമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട്, അപ്പുറത്ത് ശ്രീകണ്ഠനുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ ആളുണ്ട്. ഇയാളുടെ പേര് ഞാൻ പറയണ്ടല്ലോ. എന്താണ് പാലക്കാടിന് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ്? പാലക്കാടിന് കിട്ടിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഒരു പരാതി പോലും നിങ്ങൾ പാലക്കാട്ടുകാർക്ക് കേൾക്കില്ല എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ആളാ. ഇതൊക്കെ നാട്ടിൽ നടത്തിയ അപഹാസ സമരങ്ങളല്ലേ? ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഇവർ നടത്തുന്ന കോലാഹലങ്ങൾ അത് ആത്മാർത്ഥതയുള്ളതാണോ? കർഷകരോടുള്ള പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ളതാണോ? പ്രതിഷേധം കർഷക സംഘടന എന്ന നിലയിൽ നടത്തി സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് തീരുമാനിച്ചത്. ഇതിലിവർ പറയുന്നൊരു കാര്യം, ഇതിന് അധികം വെള്ളം ഉപയോഗിക്കേണ്ടി വരും. കുഴൽക്കിണറുകൾ കുഴിച്ച് വെള്ളം എടുക്കുന്നു, രാസവള പ്രയോഗം അധികമാക്കുന്നു, ഇതെല്ലാം പരിസ്ഥിതിയെ ബാധിക്കും. നമ്മുടെ രാജ്യത്തിനാകെ കേരളത്തിൽ കുഴൽക്കിണർ ഉപയോഗിച്ച് വെള്ളമെടുത്ത് കൃഷി ചെയ്യുന്നത് വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ്. പാലക്കാട് ജില്ല പൂർണ്ണമായും ജലസേചന സംവിധാനങ്ങളുള്ള ജില്ലയാണ്. അതുപയോഗിച്ചിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. കേരളം പൊതുവിൽ രാസവളം കുറച്ചുപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ. ഇവിടെ ആദ്യം 169 കിലോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരാശരി, എങ്കിൽ ഇപ്പോൾ 120 കിലോ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് രാസവളം ഉപയോഗം പൊതുവിൽ. പിന്നെ രാസവളത്തിൻ്റെ അമിതമായ വിലവർദ്ധനവ് കൃഷിക്കാരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാസവള പ്രയോഗത്തിലും അതുപോലെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ കുറവാണ്. അപ്പോൾ ആ പറയുന്നതിൽ ന്യായമില്ല. പൊതുവിൽ നെൽകൃഷി വളരെ കുറവാണ് കേരളത്തിൽ. 8 ലക്ഷം ഹെക്ടറിൽ നിന്ന് ഇപ്പോൾ 2.25 ലക്ഷം ഹെക്ടറായിട്ട് പോകുന്നു. 2016 1.72 ലക്ഷം ഹെക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. LDF ഗവൺമെൻറ് വന്നതിന് ശേഷം നൽകിയ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർധനവുണ്ടായി. ഭൂമിയുടെ വിസ്തൃതിയിൽ തന്നെ വർധനവുണ്ടായി. ഉൽപാദനക്ഷമതയും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന കണക്കനുസരിച്ച് 4.5 ടൺ നെല്ലുൽപാദനം പാലക്കാട് ജില്ലയിൽ ശരാശരി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പഞ്ചാബ് ഒക്കെ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിളവുള്ള ഒരു സീസണാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഈ കൊയ്ത്ത് നടക്കുന്ന സമയം മുൻപ് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇത്ര അധികം നെല്ല് വരുമ്പോൾ
കൃഷിക്കാർ വലിയ പ്രതീക്ഷയിലായി. ആ പ്രതീക്ഷയാകെ തകർക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വന്നത്. ഇത് കുറച്ചാൽ 23 രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയ വിലയാണ്. ഉൽപാദന ചെലവ് കൂടുതലാണ് കേരളത്തിൽ. ഒന്ന്, ഈ പ്രശ്നങ്ങളുണ്ട്. പൂർണ്ണമായും യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ലഭ്യത പ്രശ്നമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കാൻ ആളെ കിട്ടും. 255 രൂപ 300 രൂപയിൽ താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കൂലിയെങ്കിൽ ഇവിടെ ശരാശരി ഒരു 250 രൂപയെങ്കിലും കൂലി കൊടുത്താൽ ജോലിക്ക് ആളെ കിട്ടും. 1000 വരെയൊക്കെ കൊടുക്കുന്ന. പിന്നിപ്പോൾ വടക്കേ ഇന്ത്യയിലെ അതിഥി തൊഴിലാളികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പലയിടത്തും കൃഷി ചെയ്യുന്നത്, നമ്മുടെ തൊഴിലാളികളുടെ ലഭ്യത. അപ്പോൾ ഉൽപാദന ചെലവ് വളരെ കൂടുതലായതുകൊണ്ട് ഇനിയും വില വർദ്ധിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആഗ്രഹം. ഇപ്പോൾ ഒരു 40 രൂപയെങ്കിലും മിനിമം നെല്ലിന് വില കിട്ടണമെന്നാണ് ഗവൺമെൻറ് തന്നെ പറഞ്ഞത്. ഇതിന് ഈ സംഭരണം സംബന്ധിച്ച് പഠിച്ച കമ്മിറ്റിയുടെ ശുപാർശ അതാണ്, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അതാണ്. ആ സാഹചര്യത്തിലാണ് ഇത് കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ഇതിപ്പോൾ മറ്റ് മേഖലകളിലെല്ലാം ബാധിച്ചതുപോലെ ഇപ്പോൾ ക്ഷേമ പദ്ധതികൾക്ക് ഗവൺമെൻറ് പണം കണ്ടെത്തുമ്പോൾ അത് പൊതുകടത്തിൽ ഉൾപ്പെടുത്തി കടം വാങ്ങാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുന്നത് പോലെ ഇത് നാളെ സംസ്ഥാനത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ബാധിക്കാൻ പോകും. ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങളിങ്ങനെ അധികം നെല്ലിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, ഉൽപ്പാദന ബോണസ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ആനുകൂല്യങ്ങൾ കുറയ്ക്കും. 2800 കോടി രൂപ അരി കൊടുത്തതിൻ്റെ അരി കൊടുത്തതിൻ്റെ കിട്ടാനുണ്ട്, അതുൾപ്പെടെ തരില്ല എന്ന നിലപാടിലേക്കാണ്. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാർഷിക മേഖല പോകുന്നത്. ഇവിടുത്തെ നെൽകൃഷിക്കാർ കൃഷി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കേരളം പട്ടിണിയിലാവും. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് തന്നെ ഒരു 3-4 മാസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള അരിയാണ് കേരളത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കും, ബാക്കിയൊക്കെ കൊണ്ടുവരും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. കേരളമാണെങ്കിൽ പരമാവധി സഹായം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വർധനവൊക്കെ ഉണ്ടായത്. ഇപ്പോൾ 5000 രൂപ പിന്നെ ഒരു ഹെക്ടറിന് ഗവൺമെൻറ്റിൻ്റെ വിവിധ സഹായങ്ങളായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഉഴവ് കൂലി അത് പാലക്കാട് ജില്ലയിൽ കൃത്യമായി കൊടുക്കുന്നുണ്ട്, മറ്റ് ജില്ലകളിലും ഏറ്റക്കുറച്ചിലോട് കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് റോയൽറ്റി. നെൽകൃഷിക്കാർക്ക് റോയൽറ്റി കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. 3000 രൂപ ഒരു ഹെക്ടറിന് കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് കൊടുക്കുന്നില്ല. സംഭരണം തന്നെ കാര്യക്ഷമമായി നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്ത് നെല്ല് സംഭരണം തന്നെ നടക്കുന്നില്ല. ഇവിടെയാണ് വില പ്രഖ്യാപിക്കൽ മാത്രമാണ് കേന്ദ്രം ചെയ്യുന്നത്. ഒഡീഷയോ മറ്റോ ഏതോ 1-2 സംസ്ഥാനങ്ങൾ അത് തന്നെ 1000-1200 കിലോ ഒക്കെയാണ് സംഭരിക്കുന്നത്. ഇവിടെ 2000 കിലോ ഒരു ഹെക്ടറിൽ നെല്ല് സംഭരിക്കുന്നു സാധാരണഗതിയിൽ തന്നെ. ഉൽപാദനം വർദ്ധിച്ചാൽ കൂടുതലായാൽ അത് എത്ര ഉൽപ്പാദിപ്പിച്ചാലും മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള സംവിധാനം കേരളത്തിൽ. ഇപ്പോഴാണെങ്കിൽ വലിയൊരു പ്രതീക്ഷ കൃഷിക്കാർക്ക് വന്നിട്ടുണ്ട്. സഹകരണ സംഘങ്ങൾ നെല്ല് സംഭരിച്ച് കൃത്യമായ വില സംഭരണ സ്ഥലത്ത് വെച്ച് തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പം അതിനെ പൂർണ്ണമായും തകർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട്. അതൊരിക്കലും ന്യായീകരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ശരിക്കും ഒരു ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണോ? ഒരു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ അത് പറ്റില്ല എന്ന് പറയുന്നതാണല്ലോ. സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനമാണ്. നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ കഴിയില്ല. ഓരോ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കും. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് ആലോചിക്കാം, കർഷക സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. റബ്ബറിന്റെ താങ്ങുവില കൃത്യമായി നൽകാതെ വന്ന സാഹചര്യത്തിൽ കർഷക സംഘടനകൾ സുപ്രീം കോടതി വരെ പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല റബ്ബർ സംഭരണ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിലുള്ള MRF ഉൾപ്പെടെയുള്ള കമ്പനികൾ കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണമെന്നൊരു വിധിയുണ്ടായി. പക്ഷെ ആ വിധിയെ ഇപ്പോൾ ചോദ്യം ചെയ്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, സ്റ്റേ വാങ്ങി. അപ്പോൾ കോടതിയിൽ പോവാം. ഇതുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് കൃഷിക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെയാണല്ലോ നിഷേധിക്കുന്നത്. അതിനെതിരായി പൗരൻ്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി കോടതിയിൽ പോകാം. അത് കർഷക സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇത് നിർത്താൻ പോകുന്നില്ല. കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, കേന്ദ്രം ആവശ്യപ്പെട്ടാലും ഞങ്ങളത് കൊടുക്കും എന്നാണ് സംസ്ഥാനം പറയുന്നത്. പക്ഷെ സംസ്ഥാനത്തിന് ഇതെല്ലാം അധിക ബാധ്യതയായി വരുമ്പോൾ നാളെ മറ്റ് മേഖലകളിലേക്ക് വിനിയോഗിക്കുന്ന പണം പോലും ഇതിലേക്ക് മാറ്റിവെക്കും. ഒരു സംസ്ഥാനത്തിന് അധിക ബാധ്യത വരികയാണ്. തൊഴിലുറപ്പ് പറഞ്ഞതുപോലെ അതിൻ്റെ 40% സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 88,000 കോടിയാണ്.
അത് അടുത്ത കൊല്ലമാകുമ്പോൾ 33,000 കോടിയായിട്ട് കുറയും. അത് തന്നെ ഒരു 30 ദിവസം 20 ദിവസമൊക്കെ ജോലി കൊടുക്കാനുള്ള പണമേ ഉള്ളൂ. ബാക്കി കൊടുക്കണമെങ്കിൽ സംസ്ഥാനം പണം അധികമായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കലാണ് ഇതിലൂടെ വരുന്നത്. ഇത് രാഷ്ട്രീയം ദുഷ്ടലാക്കാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കണം. കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും. അല്ലാതെ ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന് നിലപാടുകൾ തിരുത്താൻ കഴിയും. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ്. കേരളം രാജ്യം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കർഷകർ അത്ര വലിയൊരു ഗ്രൂപ്പുമല്ല. അതൊരു പ്രതിസന്ധിയല്ലേ? കേരളത്തിലെ കർഷകർ എന്ന് പറയുന്ന അങ്ങനെ ഒരു പവർ ഗ്രൂപ്പായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു അങ്ങനെ പ്രതിസന്ധി അല്ല. കേരളത്തിലെ കൃഷിക്കാരെല്ലാം സംഘടിതരാണ്. സംഘടിതരാണ് എന്നത് ഇപ്പോ കൃഷിക്കാർ രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിക്കുന്നത് ഒരു സ്വഭാവമാണ് പൊതുവിലുള്ളത്. രാഷ്ട്രീയമൊന്നും നോക്കാതെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇത് രാഷ്ട്രീയമായി സംഘടിപ്പിക്കുന്നതും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ മറ്റേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കർഷകർ സംഘടിപ്പിക്കുന്നത് പോലെ സംഘടിക്കുന്നില്ല എന്നാണ്. അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, 2001 മുതൽ 2006 വരെ ആന്റണി ഉമ്മൻചാണ്ടിയല്ലേ ഭരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായ കർഷകൻ ആത്മഹത്യ ചെയ്ത വർഷമായിരുന്നു അത്. ആ കാലയളവ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത് കോൺഗ്രസിന്റെ ഭരണ കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും അടിസ്ഥാന ശമ്പളം മാത്രമല്ല കൊടുത്തുള്ളൂ എന്ന്. അതായിരുന്നില്ല അവരുടെ സമീപനം. അപ്പൊ കർഷകരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്ത് തന്നെയാണ് കേരളത്തിൽ. അന്ന് കർഷകർ നല്ലതുപോലെ സംഘടിതമായി കേരളത്തിൽ സമരരംഗത്തുണ്ടായിരുന്നു എല്ലാ പ്രദേശങ്ങളിലും. ഇന്ന് വരാത്ത ഈ 10 വർഷക്കാലം ഏത് മേഖലയിലും സമരമില്ലാത്തതുകൊണ്ടായിച്ച ആ മേഖലകളെല്ലാം വളരെ നന്നായി അഭിവൃദ്ധിപ്പെട്ടു. നല്ലതുപോലെ സംരക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ള സമരം എന്ന് പറയുന്നത്. അതുപോലെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലൊരു സമരം വരാത്തതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കർഷകർക്ക് തൃപ്തരാണ്. ആ തൃപ്തരായ കർഷകരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഇപ്പോ BJP ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാട്. മറ്റൊരു കാര്യം, ഈ പാർട്ടിയിൽ നിന്ന് പലപ്പോഴായി വിട്ടുപോയ ആളുകൾ ചേർന്ന് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. ഇനി എത്ര ദിവസം കിടക്കണം? മാഷ് പറഞ്ഞു കഴിഞ്ഞില്ല. അതിന്റെ അപ്പുറം മുകളിൽ ഞങ്ങളെന്ത് പറയാൻ? മാഷ് കേരളത്തോടല്ലേ പറഞ്ഞത്. ഇനി അതിന്റെ മുകളിലല്ലല്ലോ ഞങ്ങൾ. കേരളത്തില് ഒരുപാട് പാർട്ടികൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ ആൾക്കും ഓരോ പാർട്ടിയാണ്. പാർട്ടികൾ പലതും ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ആ ലക്ഷ്യത്തിൽ തന്നെ മുമ്പോട്ട് പോകും. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നിങ്ങളത് ചോദ്യം ചോദിച്ചാണല്ലോ അല്ലേ? തിരിച്ചടിയായ ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിപ്പോ വിമത നീക്കം ഇല്ലാത്തോടെ ഞങ്ങൾക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലവിടെയൊക്കെ. അത് വിമത നീക്കമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതൊക്കെ ഇനി വരുമ്പോ നമുക്ക് നോക്കാലോ. നമ്മള് ഇവിടെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സുരേഷ് അദ്ദേഹമായിട്ട് കോൺഗ്രസ് ചർച്ചകൾ നടത്തുന്നു, മലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളെ ഈ കാണിക്കുന്നുണ്ടല്ലോ ഈ TV മാധ്യമങ്ങളിൽ, ഇത് ഞങ്ങൾ പലപ്പോഴും യാത്രയിലോ വീട്ടിലോ പോകുമ്പോ ഇങ്ങനെ വാർത്താ ചാനൽ വയ്ക്കുന്ന സമയത്ത് കാണുന്ന അറിവേ ഞങ്ങൾക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇതിനൊക്കെ മറുപടി പറയാൻ പോയ ഇത് മാത്രമായിരിക്കും മാറും. നിങ്ങൾക്കിത് മാത്രമാണ് വേണ്ടത്. നിങ്ങൾ ആദ്യം ഈ കർഷകരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനൊന്ന് നന്നായിട്ട് ഈ നാട്ടിനെ അറിയിക്കും. ബാക്കിയൊക്കെ നമുക്ക് ആയിക്കോട്ടെ. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ കാണുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ എന്താ പറയാ, മെമ്പർഷിപ്പിൽ പോലും ഇല്ലാത്തവര് ആണ്. മെമ്പർഷിപ്പിൽ പോലും ഇല്ല എന്നാണ് നിങ്ങളുടെ പോലെ തന്നെ എനിക്കുള്ള അറിവ് ഇല്ല എന്നുള്ളതിന്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ
ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനനുസരിച്ച് മറുപടി പറയാൻ പറ്റുമോ ഞങ്ങൾക്ക്? അതാണോ ഞങ്ങളുടെ പണി? ചില മുതിർന്ന നേതാക്കളെ റാഞ്ചാക്കുന്ന നീക്കങ്ങളും ചില കോൺഗ്രസ് ആഞ്ചിക്കോട്ടെ. CPIM-ന്റെ കേരളത്തിലെ പ്രവർത്തനത്തിനിടയിൽ എത്രയെത്ര വലിയ വലിയ നേതാക്കൾ, ജനകീയ അംഗീകാരമുള്ള നേതാക്കൾ പാർട്ടി വിട്ടു പോയി വേറെ പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ച നാടല്ലേ കേരളം. ഒരിക്കലും CPIM-ന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരില്ല എന്നായിരുന്നല്ലോ അന്നെല്ലാം പറഞ്ഞത്. പിന്നെയും വന്നല്ലോ. സർക്കാരിൽ KDDC ചെയർമാനായി നിൽക്കുന്ന PK ശശി അതിനെ കൊണ്ടുപോകാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തിയ രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് മെമ്പർ, പാർട്ടി അംഗം എന്തെങ്കിലും തരത്തിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വാർത്തയാണ്. മനസ്സിലായി? ഞങ്ങൾക്ക് 41,000 പാർട്ടി അംഗങ്ങളുണ്ട് ഈ ജില്ലയിൽ. 41,000 പാർട്ടി മെമ്പർമാരിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് എല്ലാ ദിവസവും ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം. 41,000-ൽ ഒരാളായിട്ടാണ് PK ശശിയെ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? 41,000 പാർട്ടി മെമ്പർമാരിൽ പല രൂപത്തിലുള്ള ചിന്തയും പല രൂപത്തിലുള്ള മനസ്സും ഉണ്ട്. മനസ്സിലായില്ലേ? ചിലവരും മെമ്പർഷിപ്പിൽ ഇരുന്ന് ചിലപ്പോ വേണ്ടത്ര പ്രവർത്തനം നടത്താത്തവരുണ്ടാവും. നിങ്ങൾ അവരുടെ മുമ്പിൽ പോയിട്ട് മൈക്ക് കാണിച്ചിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പാർട്ടിക്ക് എതിരാണോ എന്ന് ചോദിക്കുമ്പോൾ അവര് പാവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളോട് മറുപടി പറയണം പറഞ്ഞാൽ അതൊക്കെ പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ CKR പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ എത്ര എത്ര നേതാക്കൾ ഈ പാർട്ടി വിട്ടുപോയി അല്ലേ? അതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ആരും പോകണമെന്നുള്ള അഭിപ്രായത്തിലല്ല, പാർട്ടിയുടെ നിലപാട് നിന്നുകൊണ്ട് പാർട്ടിയുടെ നയത്തിൽ നിന്നുകൊണ്ട് വ്യതിചലിക്കാതെ ഈ പാലക്കാട് ജില്ലയിലെ 41,000 പാർട്ടി മെമ്പർമാരിൽ ഒരാൾ പോലും പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്, പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെ പോവാത്ത ആളുകളെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. പിന്നെ എന്തെങ്കിലും അതിർത്തിന്റെ പേരിൽ, ഞങ്ങൾക്കറിയാത്ത അതിർത്തിന്റെ പേരിൽ പാർട്ടി വിട്ടുപോകുന്നത് ഞങ്ങളുടെ കുഴപ്പമല്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാവും. ഞങ്ങൾ ഓരോ പാർട്ടി മെമ്പർമാരുടെയും പ്രയാസം ഒരു പരാതിയായി തന്നാൽ പരിഹരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടാളുടെ പ്രശ്നമല്ല, ആരും അതിർത്തി ഉണ്ടോ ആ അതിർത്തി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പാർട്ടിക്ക് അനുസൃതമായി ഞങ്ങൾ പരിഹരിക്കും. അപ്പോ ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് തള്ളുക കൊള്ളുക എന്നുള്ളതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആരും പാർട്ടി വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. അപ്പൊ അത് അങ്ങനെ തന്നെ ആവും എന്നുള്ളത് തന്നെയാണ്. ഈ സുരേഷ് പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിക്ക് 3 തവണ അപ്പീൽ കൊടുത്തു, ജില്ലാ കമ്മിറ്റിക്ക് 1 തവണ അപ്പീൽ നൽകി, പക്ഷെ പാർട്ടി പരിഗണിച്ചില്ല, തിരിച്ചുവരവെന്നാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ഈ നടപടിയെടുത്ത ഘടകങ്ങളാണ് അപ്പീലെല്ലാം നോക്കണം. അപ്പൊ അയാൾ നടപടിയെടുത്തത് എവിടെയാണ് അയാൾ അവിടെ ഗോവിന്ദ മാഷ് ജാഥ 14 ആ ഷെഡ്യൂൾ ടൈം തന്നെയല്ലേ? 14, 15, 16. അതെ അതെ. ജാഥ 14-ന് ജില്ലയിൽ നീലിയാട് വെച്ച്, ജില്ലാ അതിർത്തിയായിട്ടുള്ള നീലിയാട് വെച്ച് ഞങ്ങള് സ്വീകരിക്കും. അതിനുശേഷം തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ, ഈ 4 മണ്ഡലങ്ങളിൽ ആദ്യത്തെ ദിവസത്തെ സ്വീകരണം. രണ്ടാമത്തെ ദിവസം കോങ്ങാട്, പാലക്കാട്, മലമ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ. പാലക്കാടാണ് അന്ന്. വടക്കഞ്ചേരി 16-ാം തീയതിയാണ് ചിറ്റൂര്, അതുപോലെ നെന്മാറ, തരൂര്, ആലത്തൂര്, തരൂര്. അവസാനം വടക്കഞ്ചേരിയിലാണ് സമാപിക്കുക. ഉണ്ട് 2 ദിവസം വാർത്താ സമ്മേളനമുണ്ട്. രാവിലെ എല്ലാ മേഖലകളിലെയും, നമ്മുടെ തൊഴിലാളി മേഖല, സ്ത്രീ മേഖല, അങ്ങനെ വിദ്യാർത്ഥി മേഖല, യുവജന മേഖല, കാർഷിക മേഖല, കർഷക തൊഴിലാളി മേഖല, അതുപോലെ പ്രൊഫഷണൽ രംഗത്തുള്ള ആളുകളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അവരുമായിട്ട് മുഖാമുഖം പരിപാടികൾ മാഷ് നടത്തുന്നുണ്ട്. ജാഥാംഗങ്ങളും മാഷും അവരെ കൂടി കേൾക്കും. അതിനുശേഷം കൃത്യം 9:30 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകും. അതൊക്കെ നിങ്ങളെ അത് ആ സമയത്ത് അറിയിക്കുന്നതാണ്. ആ രൂപത്തിലാണ് ഇപ്പോൾ ജാഥയുടെ പര്യടനം പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ നല്ല ഒരുക്കങ്ങളൊക്കെ ആയിട്ട് സമാപന പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഞങ്ങള് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മാർച്ച് 1-ന് സഖാവ് പിണറായി
നിർവഹിക്കും. ഫിക്സ് ആയില്ലേ? പിണറായി വിജയൻ വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ഗോവിന്ദൻ മാഷും ആ ഉദ്ഘാടന സെഷനിൽ ഉണ്ടാവും. ആരോഗ്യത്തിൽ ഞങ്ങളുടെ പുതുക്കി പണിത DC ഓഫീസ് കെട്ടിടം മാർച്ച് 1-ന് ഉദ്ഘാടനം ചെയ്യുന്ന വിവരവും നിങ്ങളുണ്ട്. അതിനുശേഷം പൊതുസമ്മേളനവും ഇവിടെ നടക്കും. ഈ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതവിടെ നടത്തുന്നത് വൈകിട്ട് 5 മണി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.